പരിശുദ്ധമായ ഖുർആനിന്റെ വഴിയിലേക്ക്, ഏറ്റവും ഹൃദ്യമായ രൂപത്തിലേക്ക് ഓതാൻ ഉള്ള ഒരു പ്രാപ്തി നേടുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൗറത്തുൽ ഖുർആൻ എന്ന ഈ പരിശുദ്ധ റമദാനിലെ പദ്ധതി തുടർച്ചയായ 6ാമത്തെ വർഷവും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. നിങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും കേരളക്കാരാണല്ലോ. അപ്പോ കേരളത്തിൽ 1 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിമീങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ കൃത്യമായി പിഴവില്ലാതെ ഭംഗിയായി ഓതി നിസ്കാരം ശരിയാവുന്ന വിധത്തിൽ വളർന്ന എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കതിലേക്ക് എത്താൻ കഴിയും. ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ എത്താൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഖുർആനുമായൊരു ബന്ധം ഉണ്ടാവുക. ഖുർആനുമായൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ആ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം, അവന് നമ്മളെ തെരഞ്ഞെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്കില്ല. നമുക്കൊരു അർഹതയും ഒന്നുമില്ലല്ലോ. അവൻ നമ്മെ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നീതീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. നമ്മെ ഖുർആൻ ഓതാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നീതീകരിക്കണം. ആ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്തുക, അത് ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ അല്ലാഹു തരുന്നത് അവന്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്നതിനുമപ്പുറം അതൊരു പരീക്ഷണം കൂടിയാണ്. എങ്ങനെയാണ് ആ അനുഗ്രഹത്തെ ഇവൻ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് അല്ലാഹു പരിശോധിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഒരു നിലക്കും വിട്ടുകൊടുക്കരുത്. നമ്മുടെ നഫ്സിന്റെ, അമ്മാറത്തായ നഫ്സിന്റെ, നമ്മുടെ ഇച്ഛകളുടെ അടിമയായി നമ്മൾ മാറുകയും അങ്ങനെ അള്ളാഹു തന്ന ഇതുപോലെയുള്ള വലിയ ഹൈറാത്തുകളുള്ള അനുഗ്രഹങ്ങള് നമ്മുടെ കൈവിട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ. അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ അതില് അങ്ങ് ഉറച്ചു നിൽക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവന് ആ അനുഗ്രഹം കിട്ടിയതിന്റെ പേരിൽ ഇവൻ ഉഷാറാകും എന്ന് മലക്കുകൾക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. മലക്കുകൾ ഇങ്ങനെ പരിശോധിക്കുമല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത്. അത് നോക്കാനായിട്ട് അല്ലാഹു മലക്കുകളെ പടച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ റമദാൻ ആണുള്ളത്. ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട്. തീർച്ചയായും അതിനൊക്കെ അല്ലാഹു തെരഞ്ഞെടുത്താലേ കഴിയുള്ളൂ. പക്ഷേ തിജാറത്തൻ ലൻ തബൂർ എന്ന് ഖുർആൻ പ്രയോഗിച്ച, അല്ലാഹു പറഞ്ഞ കച്ചവടം, തിജാറത്തൻ ലൻ തബൂർ. അല്ലാഹു പറഞ്ഞില്ലേ, തിജാറത്തൻ ലൻ തബൂർ. അപ്പൊ തിജാറത്തുൻ ലൻ തബൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം എന്നാണ് അർത്ഥം. ഒരു കച്ചവടം ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, അല്ലെ? നഷ്ടമോ ലാഭമോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കച്ചവടം എന്ന് പറയുന്നത്. അപ്പോ കച്ചവടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണോ ലാഭമാണോ എന്നറിയാത്തതാണ് ആ ബിസിനസിന്റെ റിസ്ക്. നഷ്ടമാണെങ്കിൽ സഹിക്കണം, ലാഭമാണെങ്കിൽ കൊള്ളണം. അപ്പൊ അള്ളാഹു പറയുന്നത് ഒരിക്കലും നഷ്ടമുണ്ടാവില്ല എന്ന് ഉറപ്പുള്ള കച്ചവടത്തെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ 29ാമത്തെ ആയത്തിലാണ് ഇത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന
الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور إن الذين يتلون كتاب الله അള്ളാഹുവിന്റെ കിതാബ് ഓതി ഓതി ഓതിയിരിക്കുന്ന ആളുകൾ എങ്ങനെ നിയമാനുസൃതം അള്ളാഹുവിന്റെ കലാം എന്ന എല്ലാ പോരിശയും നിലനിർത്തിയിട്ടുള്ള ഓത്താണ്. അങ്ങനെ ഓതുന്ന ആളുകൾ എങ്ങനെ ഖുർആൻ ഓത്ത് ജീവിതത്തിന്റെ ഒരു പ്രമേയമാക്കി കൊണ്ടു നടക്കുകയാണ്. എപ്പോഴെപ്പോഴും ഖുർആൻ സ്വന്തമായൊരു മുസ്ഹഫ്, ആ മുസ്ഹഫ് ഖത്മുകൾ മാറി മറിഞ്ഞ് വരുന്നതിനൊരു കണക്കുമില്ല, കയ്യുമില്ല. റമദാൻ വന്നാലും ഇല്ലെങ്കിലും ഖത്മുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സ്വന്തമായിട്ടുള്ള ഖുർആനാണ്, ഇങ്ങനെ തപ്പി നടക്കൂല. എൻ്റെ ഖുർആൻ കൃത്യമായൊരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും, അതിലിങ്ങനെ ഓതും. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പിന്നെ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. ഓത്തു മാത്രമല്ല, നമ്മുടെ അമാലുകളുടെ നാഡീമിടിപ്പ് അല്ലെങ്കിൽ നട്ടെല്ലാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ദാനം ചെയ്യുന്നു. അത് സകാത്ത് കൊടുക്കലും അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കലൊക്കെ അതിൽ ഉൾപ്പെട്ടു. നിർബന്ധ ബാധ്യതയായ സകാത്ത് കൊടുത്തു വിടുകയും ചെയ്യുന്നു, സ്വതക്കയും കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ നൽകിയതിൽ നിന്നും ദാനം ചെയ്യുന്നവർ എങ്ങനെ സിർറൻ വഅലാനിയ. സിർറൻ എന്ന് പറഞ്ഞ സ്വതക്കയെ കുറിച്ചുള്ള സൂചനയാണ്. അലാനിയതൻ എന്ന് പറഞ്ഞാൽ അത് സിർറൻ എന്ന് പറഞ്ഞ രഹസ്യം, അലാനിയത്ത് എന്ന് പറഞ്ഞാൽ പരസ്യം. പരസ്യം എന്നത് സക്കാത്തിലേക്കുള്ള സൂചനയാണ്. സക്കാത്ത് എല്ലാം പരസ്യമല്ല, പിന്നെ പരസ്യമായിട്ട് കാണുന്ന സാധനങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ പരസ്യമായിട്ട് തന്നെ കൊടുക്കണം. അപ്പോ ഉദാഹരണത്തിന് ആടിന്റെ സക്കാത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പശുവിന്റെ സക്കാത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ സക്കാത്ത് കൊടുക്കുകയാണ്. അതൊക്കെ പരസ്യമായിട്ട് ആളുകൾ കാണുന്നത്. അപ്പം അത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ്. അപ്പം സക്കാത്തിലാണ് പലപ്പോഴെങ്കിലും പരസ്യമായിട്ടുള്ള ദാനം വരുന്നത്. അപ്പൊ രഹസ്യവും പരസ്യവും അഥവാ സക്കാത്തും സ്വതക്കയും ആയിട്ട് കൊടുക്കുന്നവർ എങ്ങനെ എന്നാ കൊടുക്കുന്നത്? മിമ്മാ റസഖ്നാഹും, അവർക്ക് നാം നൽകിയതിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ അവ എത്ര കാര്യം പറഞ്ഞു? യത്ലൂന കിതാബ് അല്ലാഹി, ഖുർആൻ ഇങ്ങനെ ഓതുന്നു, നിസ്കാരം നിലനിർത്തുന്നു, സക്കാത്തും സ്വതക്കയൊക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാനിടയില്ലാത്ത കച്ചവടമാണ് ചെയ്യുന്നത്. ഒരിക്കലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കച്ചവടത്തിനാണ് ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ കലാം, അത് പഠിക്കുക, ഓതുക എന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തതാണ്. അള്ളാഹ് പറഞ്ഞു വെച്ചത്. അത് സഈദ് നൂറാനിയുടെ വകയല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ വകയല്ല. അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് നഷ്ടം ഒരിക്കലും ഉണ്ടാവൂല. ധൈര്യമായിട്ട് കച്ചവടം ചെയ്തോ. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് വെച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പില്ല ഇത് വിജയിക്കുമോ ഇല്ലയോ, പരാജയമാണോ എന്നൊന്നും ഉറപ്പില്ല. എന്നാൽ ഖുർആൻ പാരായണം, നമ്മുടെ കയ്യിലുള്ള സമയം, സമ്പത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു, നമുക്ക് ഉറപ്പില്ല കച്ചവടം ചെയ്താലും ജയിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. എന്നാൽ നമ്മുടെ കയ്യിലുള്ള
പിന്നെ സമയം. ആ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. സമയം ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ വർക്ക് ബ്ലോക്ക്. അപ്പം പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മുടെ കയ്യിലുള്ള സമയം 24 അവേഴ്സ്, വർക്ക് ബ്ലോക്ക്, പിന്നെ സ്ലീപ്പ് ബ്ലോക്ക്. ഈ 2 ബ്ലോക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ ജോലിയുടെ സമയം, അതുപോലെ തന്നെ നമ്മുടെ വിശ്രമത്തിന്റെ റെസ്റ്റ് ബ്ലോക്ക്, വിശ്രമത്തിന്റെ സമയം, ഇത് രണ്ടും നിർബന്ധമാണ്. അതില്ലാതെ മുന്നോട്ട് പോകില്ലല്ലോ. ഇത് കഴിച്ചപ്പോ വർക്ക് ബ്ലോക്ക് എത്ര ഹവേഴ്സ് ആണ് ജോലി? അപ്പൊ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാം വർക്ക് ബ്ലോക്ക് തന്നെയാണ്. ഹൗസ് വൈഫ് ആണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ജോലി വീട്ടിലുണ്ടല്ലോ. അപ്പൊ വർക്ക് ബ്ലോക്കും റെസ്റ്റ് ബ്ലോക്കും എത്രയാണ്? എത്ര സമയമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? അതാദ്യം പരിശോധിക്കും. എന്നിട്ട് ആ സമയം നമ്മൾ നിശ്ചിതപ്പെടുത്തി വെക്കുക, നിർണയപ്പെടുത്തി വെക്കുക, വർക്ക് ബ്ലോക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ബ്ലോക്ക്. അത് രാത്രി 10:30 ഉറങ്ങി പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പം അല്ലെങ്കിൽ 4:30 എഴുന്നേൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് റെസ്റ്റ് ബ്ലോക്ക്. അപ്പൊ 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 6 മണിക്കൂർ. 6 മണിക്കൂർ അവിടെ കഴിഞ്ഞു. ഭൗതിക ഡ്യൂട്ടി എത്ര സമയമാണ്? 5 മണിക്കൂറാണോ? അല്ല 6 മണിക്കൂറാണോ? ഇനിയിപ്പം ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ സൂപ്പർ മാർക്കറ്റിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് 12 മണിക്കൂറും 13 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും. ഡ്യൂട്ടി ടൈം. സ്ലീപ്പിംഗ് ടൈം അല്ലെങ്കിൽ റെസ്റ്റിംഗ് ടൈമില് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നന്നായിട്ട് നല്ല ദിക്റൊക്കെ ചൊല്ലി വലതു ഭാഗം ചെരിഞ്ഞു കിടന്ന് നല്ല സ്വപ്നങ്ങൾക്കായി പ്രതീക്ഷ അർപ്പിച്ച് അങ്ങനെ ഉറങ്ങുക. നല്ല നശീദ മദ്ഹൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഉറങ്ങും. അത്ര സമയത്തിന് എഴുന്നേൽക്കുക എന്നുള്ളത്. എന്നാ വർക്ക് ബ്ലോക്കിൽ നമുക്ക് ഖുർആൻ എടുത്ത് തുറന്നിട്ട് ഓതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലും ഒരു കടയിൽ ക്യാഷറായിട്ട് ജോലിയുള്ള ഒരാൾക്ക് ചിലപ്പം കഴിഞ്ഞേക്കാം. എന്നാൽ ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഓതിക്കൊള്ളണം എന്നില്ല, ഓതാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പോ പക്ഷേ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ നനയണം, ദിക്റിനാൽ നനഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കും, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തൊക്കെ അറിയാതൊക്കെ ചൊല്ലാം. വൈകുന്നേരം ആകുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് പറ്റുമല്ലോ, വർക്ക് ബ്ലോക്കിന്റെ സമയത്ത് അത് പറ്റും. ഇനി ഈ വർക്ക് ബ്ലോക്ക് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ, എല്ലാം കൂടി യാത്രയും കാര്യങ്ങളും കൂടി 10 മണിക്കൂർ കൂട്ടിക്കോളും. വീട്ടിലുള്ള ജോലി പിന്നെ ഉമ്മമാരെന്ത് ചെയ്യുക, അത് കണക്കൂട്ട എത്ര സമയമാണ് ഞാൻ ജോലി, അതിനൊക്കെ ഒരു കണക്ക് വേണം. എത്ര സമയം ജോലി ചെയ്യും എന്നുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ഇത്ര സമയമാണ് ജോലി ചെയ്യുക. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ 2 മണിക്കൂർ, കുട്ടികൾ സ്കൂളിൽ വിട്ടാൽ പിന്നെ സാധാരണ ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം, പിന്നെ ഉച്ചഭക്ഷണവും കാര്യങ്ങളൊന്നുമില്ല, വീട് ക്ലീനിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ, പിന്നെ വാഷിങ്ങും കാര്യങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ. അങ്ങനെ കറക്റ്റ് ടൈമിങ് നോക്കണം. എല്ലാ കാലത്തും എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ എത്രയും ജോലി ചെയ്യും, എത്രയും സമയം നമ്മൾ കൺസ്യൂം ചെയ്യും എന്ന് തീരുമാനിക്കരുത്. കറക്റ്റ് കണക്കുമാണ്. കാരണം സമയത്തിന്റെ വില എപ്പോഴാ തിരിയാന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ? സമയത്തിന്റെ വില അറിയുന്ന ഒരു ദിവസം വരാൻ അന്ന് നമ്മുടെ നരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകും. വേദന കൊണ്ട് പൊളയും.
ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവர்கள் എന്നും പറയരുത്, മദീനത്ത് ഒരാൾ മരിച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയും, എന്തേ മരിക്കുന്നോര് മരണത്തെക്കുറിച്ച് പറഞ്ഞു തരാത്തത്? എനിക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ട്, എന്താണ് ഈ മരണം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോ എന്താണ് മരിക്കുന്നവരൊന്നും ഒന്നും പറഞ്ഞു തരാതെ മരിക്കുന്നത് എന്ന് അംർ ഇബ്നുൽ ആസ് തങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു മുതിർന്ന സ്വഹാബിയാണ്. അവര് വഫാത്തിനോടടുത്ത സമയം ഇങ്ങനെ കിടക്കണം. മകൻ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ, നിങ്ങളല്ലേ ഓരോരുത്തരും മരിക്കുമ്പം പറയാറുള്ളത്, എന്തുകൊണ്ട് മരിക്കുന്ന ആളുകൾ മരണത്തെക്കുറിച്ച് പറഞ്ഞു തരാതെ മരിക്കുന്നു എന്ന്? നിങ്ങളിത് ആ മരണത്തോട് മുഖാമുഖമാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ മരണത്തെക്കുറിച്ച്? ബഹുമാനപ്പെട്ടവർ കണ്ണുനീരണിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്. കുറച്ച് ദീർഘമായ സംഭവമാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നത്. മോനെ, മരണത്തെക്കുറിച്ച് ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആരും ഒന്നും പറയാതെ അങ്ങ് മരിക്കരുത്. നിങ്ങൾ കണ്ടില്ലേ, മരണത്തിന്റെ പകുതി വേദനയാണ് പ്രസവത്തിന് ഒക്കെ ആളുകൾ പറയാറുണ്ട്. ശരിയാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. ഏതായാലും പ്രസവത്തിൽ ശക്തമായ വേദനയാണ് എന്നതിൽ തർക്കവുമില്ല. അപ്പോ ശക്തമായ വേദനയാണ് മരണത്തിന്, പക്ഷേ സോറി, പ്രസവത്തിന്. പക്ഷെ മരണത്തിന്റെ പകുതി വേദന നമുക്കറിയില്ല. പക്ഷെ ശക്തമായ വേദനയുള്ള പ്രസവത്തിൽ, സാധാരണ പ്രസവത്തിലാണ് പറയുന്നത്, സിസേറിയൻ അല്ല, അതില് പ്രസവിച്ച സ്ത്രീകൾക്കറിയാമല്ലോ നിങ്ങൾ എന്തൊക്കെ തരത്തിൽ അലറി വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാൽ മരിക്കുന്ന ഒരാള് അങ്ങനെ വേദന കൊണ്ട് കുളഞ്ഞ് കരയാന്ന് കാണാറുണ്ടോ? ഇല്ല. കരയാൻ പോലും, ഒരു വിരലനക്കാൻ പോലും അവർക്ക് കഴിയില്ല. കാരണം ശരീരം ആസകലം വേദന. കരയണമെങ്കിൽ തൊണ്ടക്ക് കരയാൻ കഴിയണ്ടേ? കൈകാലുകൾ ഇങ്ങനെ വിട്ടടിച്ചിട്ട് കരയണമെങ്കിൽ കൈകാലുകൾ അനങ്ങാൻ കഴിയണ്ടേ? ശക്തമായ വേദന. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, മോനെ, വല്ലാത്ത സംഭവമാണ് മരണം, ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്റെ നെഞ്ചിന്റെ മുകളിൽ ഊഹദ് മല കയറ്റി വെച്ച പോലെ ഞാൻ ഞെരുങ്ങുകയാണ് മോനെ, ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഞെരുങ്ങാണ്. മല കയറ്റി വെച്ച വരെയുള്ളത് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നു, എന്റെ വയറ്റിന്റെ ഉള്ളിൽ എന്താണെന്നറിയും? ആയിരക്കണക്കിന് മൂർച്ചയുള്ള സൂചികൾ വയറ്റിൽ കിടന്നിട്ട് തലങ്ങും ബലങ്ങും മാഞ്ഞ് കുത്തുന്നത് പോലെയാണ് എനിക്കിപ്പോ വേദന അനുഭവപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവരും പറയുന്നു, എന്റെ മൂർധാവ് മുതൽ എന്റെ കാലടി വരെ ഉള്ള തൊലി, അത് എനിക്ക് ജീവൻ ഉണ്ടായിരിക്കുക, ആ തൊലി ഇങ്ങനെ ഒരിഞ്ഞുകൊണ്ടിരിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ എൻ്റെ തല മുതൽ കാല് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ തുടരുന്നു, തുടരുകയാണ്. നൂല് കോർക്കുന്ന സൂചിയുടെ ചെറിയ ദ്വാരമില്ലേ, നൂല് കോർക്കുന്ന ദ്വാരം, ആ ദ്വാരത്തിലൂടെ എൻ്റെ തല പ്രസ് ചെയ്ത് കയറ്റാണ്, എന്നിട്ട് അപ്പുറത്തൂടെ വലിക്കുകയാണ്. അപ്പൊ സൂചിയുടെ അഥവാ നൂല് കയറ്റുന്ന സൂചിയുടെ ആ ചെറിയ ദ്വാരത്തിലൂടെ എൻ്റെ ശരീരം തള്ളിക്കയറ്റി ഇപ്പുറത്തൂടെ വലിക്കുന്ന വേദന ഞാൻ ശരീരമാസകലം അനുഭവിക്കുന്നു. ഇനി അതിന്റെ അപ്പുറം എന്താ പറയാനുള്ളത്? ആരാ പറയുന്നത്? ബഹുവന്യരായ സഹാബിയാണ് പറയുന്നത്. മരണം മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥ വരും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും.
ഒന്നും പറയാൻ കഴിയാതെ നമ്മളിങ്ങനെ നോക്കി കാണാണ് മലക്കുകൾ വരുന്നത് റൂഹ പിടിക്കാൻ. ഞാനിതാ മരിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. തൊട്ടടുത്തുള്ള ഭർത്താവോ ഭാര്യയോ മക്കളോ ഉമ്മയോ വാപ്പയോ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂലേ, ഇപ്പൊ മരിക്കൂലപ്പ, മരിക്കാനായിട്ടില്ല, കുറച്ചു കാലം കൂടി കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷ നിൽക്കണം. പക്ഷെ നമുക്ക് മനസ്സിലാവുകയാണ് ഇതാ മരിക്കാൻ. അന്ന് നമ്മൾ അറിയും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം എന്റെ ഗൾഫിലുള്ള മകൻ വരാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 5 മണിക്കൂർ, ഒരു പ്രവാസം തന്നെ ഒരു 5 മണിക്കൂർ തന്നെ ഒന്ന് വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നാട്ടിലെത്തിയിട്ട് നാട്ടിൽ നിന്ന് മരിച്ചാൽ നല്ലതായി. ഒരു 5 മണിക്കൂർ അന്ന് നമ്മൾ തിരിച്ചറിയും സമയം എന്ന് പറയുന്നതിന്റെ വില. ലൗല അഖർതനി ഇലാ ഇലാ അജലിൻ ഖരീബ് ലഅസ്സദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. 1 മണിക്കൂർ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള മുഴുവൻ പൈസയും ഞാൻ സദഖ ചെയ്ത് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന സമയമാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ കൊതിക്കുന്ന 10 മിനിറ്റ് ഇപ്പൊ നമ്മൾ വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും മടങ്ങണം, നന്മയിലേക്ക് മടങ്ങണം, ബുദ്ധിയിലേക്ക് മടങ്ങണം, ചിന്തയിലേക്ക് മടങ്ങണം, സാമർത്ഥ്യത്തിലേക്ക് മടങ്ങണം. ഇങ്ങനെ പോയാൽ പറ്റില്ല. അന്ന് നമ്മൾ കൊതിക്കുന്ന ഒരുപാട് സമയങ്ങൾ നമ്മളിപ്പോൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വർക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു സമയം ഉണ്ടാവണം. അതിങ്ങനെ അനന്തമായി നീളരുത്, അനന്തമായി നീളാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീടിങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോൺ ഇങ്ങനെ നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒരേ സമയം, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കി 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 ആ സമയത്ത് അതോ ഇത്ര സമയമായോ, പിന്നെയും തുടരുകയാണ് പണി. ഇങ്ങനെയാണ് പണി തീരാത്തത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഫോക്കസ്ഡ് ആവുക, കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്രോസസ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ശക്തമായി മുന്നോട്ട് പോകണം. അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത പണി. അങ്ങനെ ഓരോന്നും നമ്മൾ എന്താക്കണം, ടൈം ബ്ലോക്കുകൾ തീരുമാനിക്കണം. ഉറങ്ങാൻ 6 മണിക്കൂർ തീരുമാനിച്ചല്ലോ, സെറ്റാണ്. വർക്ക് ബ്ലോക്ക് തീരുമാനിക്കുന്നു, പക്ഷെ അപ്പോഴും ചുണ്ടിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം, ദിക്റ് ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ വർക്ക് നിങ്ങൾ 6 മണിക്കൂർ ചെലവാക്കിയോ, മറ്റേ 6 മണിക്കൂർ 12, ബാക്കി 12 മണിക്കൂറില്ലേ? പ്രിയപ്പെട്ടവർ, അവിടെയാണ് നിങ്ങൾക്ക് സ്വർഗം വേണോ നരകം വേണോ, ഖബറിൽ സുഖം വേണോ പ്രയാസം വേണോ, മഹ്ശറയിൽ ശക്തമായ ഹിസാബ് വേണോ, അല്ല വളരെ ലളിതമായ അവസ്ഥകളാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ബാക്കി 12 മണിക്കൂറാണത്. നിങ്ങളെ റെസ്റ്റിംഗ് ടൈമും വർക്ക് ബ്ലോക്കും കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അപ്പൊ നിങ്ങള് 12 മണിക്കൂർ, 12 മണിക്കൂർ ഒന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക്. 12 മണിക്കൂർ ഏകദേശം പറയാൻ 12 hours. 12 മണിക്കൂർ അങ്ങനെ സ്വസ്ഥമായിട്ട് കിട്ടുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ 100 കൊല്ലം ജീവിച്ചാൽ ശരിക്കും 50 കൊല്ലം ജീവിക്കുന്നുള്ളൂ എന്നർത്ഥം. 50 കൊല്ലം അയാൾക്ക് അമല് ചെയ്യാനുള്ള അവസ്ഥകളുള്ളൂ, ബാക്കി 50 കൊല്ലം ഉറക്കുമ്പോ ജോലിയൊക്കെ ആയിട്ടാണ് പോയി. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഈ 12 മണിക്കൂറിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം പരിശുദ്ധ ഖുർആനിന് വേണ്ടി നമ്മൾ കൊടുത്തേ പറ്റും. പരിശുദ്ധ ഖുർആന് വേണ്ടി കൊടുത്തേ പറ്റും. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ദൗറത്തുൽ ഖുർആൻ എന്നത് നിങ്ങൾക്ക് കുറച്ച് നിയമങ്ങളൊക്കെ പഠിപ്പിച്ചെന്ന്, എങ്ങനെ ഓതണ്ടെന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങളെ ഈ വഴിയിലേക്ക്, ട്രാക്കിലേക്ക് കയറ്റി കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. അല്ലാതെ ഖുർആൻ ഷഫായത്ത് വിതരണം ചെയ്യുന്ന പദ്ധതിയല്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഷഫായത്ത് നിങ്ങൾക്ക് വേണോ വേണ്ടേ, അതില്ലാതെ കഴിച്ചലാകും രക്ഷപ്പെടുമെന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി വിചാരിക്കരുത്. കഴിയില്ല. വി ആർ അണേബിൾ.
നമുക്ക് കഴിയില്ല. ഖുർആന്റെ സഹായം ഇല്ലാതെ ഒരു മുഴം നമ്മൾ നടക്കില്ല. അഷറയിൽ ഖുർആന്റെ സഹായമില്ലാതെ ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ജീവിക്കുന്ന, മരണം വരിഞ്ഞു മുറുക്കുന്ന അവസാന സമയത്തിന് നമുക്ക് തീരുമാനിക്കണം, ഖുർആന്റെ ശഫാഅത്തും സഹായമൊക്കെ നമുക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമുക്ക് മരിക്കാൻ കഴിയണം. നിങ്ങളെ വർക്ക് ബ്ലോക്കും റെസ്റ്റ് ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ സമയം ഖുർആനിന് വേണ്ടി കൊടുത്തേ പറ്റും. അതിന് നിങ്ങളെ എക്യുപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദൗലത്തുൽ ഖുർആൻ. നമ്മളിങ്ങനെ കൊണ്ടുവരാൻ ഈ പറയുന്നത് തന്നെ ഞാൻ പറയട്ടെ, ഈ കേൾക്കുന്ന നിങ്ങളെ വീഡിയോ ഒന്നും ഓണല്ല, പിന്നെ ഓണാക്കാൻ ഞാൻ ഓപ്ഷനും വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ നല്ല വൃത്തിയിലിരിക്കണം. കിടന്നിട്ട് കേൾക്കരുത്, കിടന്നിട്ട് ഫോൺ ഇങ്ങനെ വെച്ച് കേൾക്കരുത്. പിള്ളേന്റെ താഴേക്കേ നിങ്ങൾ പോവുള്ളൂ. ഒരിടത്തിരുന്ന്, ഇപ്പൊ ഞാൻ ഇരിക്കുന്നില്ലേ, ഇതുപോലെ ഇരുന്ന് നല്ല ശ്രദ്ധയോട്, അത് ഇത് പറയുന്ന ആളോടുള്ള ബഹുമാനമൊന്നുമല്ല, നമ്മൾ ഒരുങ്ങി ഇറങ്ങി എന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് വരണം. അങ്ങനെ നമ്മൾ ഇരിക്കണം. ഇനി ജോലിയിലൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ നല്ല വൃത്തിയിൽ ഇരുന്ന ആളായിരിക്കണം. മനസ്സുകൊണ്ടെങ്കിലും. ചിലപ്പോൾ ജോലിന്റെ ഇടയിലൊക്കെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. അതാണല്ലോ ഓൺലൈൻ കോഴ്സിന്റെ ഒരു ഉപകാരം. അങ്ങനെയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഒരു മേശന്റെ മുന്നിൽ ഇരുന്ന ഒരാളായിരിക്കണം, അല്ലാതെ ആവരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നേറണം, മുന്നേറിയേ പറ്റുള്ളൂ. ഇപ്പൊ ദൗറത്തുൽ ഖുർആനിൽ 20 ക്ലാസ്സുകളാണ് നമുക്ക് ലഭിക്കുക. ആ 20 ക്ലാസ്സുകളിൽ നിങ്ങൾ ഒരു പരിധി വരെ ഖുർആനിന്റെ ഒരു അന്തസത്ത തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമുക്ക് ഖുർആനൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. അക്ഷരങ്ങളുടെ ഒരു ഭംഗി എങ്ങനെയാ വരുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഖുർആൻ ഓതുമ്പോൾ എന്തെന്ത് കാര്യങ്ങളിലേക്കൊക്കെയാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നും നമുക്ക് ബോധ്യമാകും. അപ്പൊ ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മള് മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മള് ആദ്യം ഫാത്തിഹ നമ്മൾ പഠിക്കും. ഫാത്തിഹ കുറ്റമറ്റ രീതിയിൽ എങ്ങനെയൊക്കെ ഓതാം എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അക്ഷരങ്ങളുടെ മഖ്റജും കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഫാത്തിഹ മാത്രമാണ് പഠിക്കുക. പിന്നെയാണ് അക്ഷരങ്ങളുടെ മഖ്റജും പിന്നെ അതുപോലെ തന്നെ സിഫാത്തുകളും പിന്നെ അഹ്കാമുകളൊക്കെ പഠിക്കും. അതിന്റെ കൂടെ സൂറത്തുൽ മുൽക്ക്, സൂറത്തു യാസീൻ ഒക്കെ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പുകളായതുകൊണ്ട് ധൈര്യപൂർവ്വം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സഹായിക്കാൻ, ലേഡീസിനൊക്കെ സഹായിക്കാൻ മെന്റേഴ്സ് ഉണ്ടാവും. പിന്നെ ജെന്റ്സിന് നമ്മൾ തന്നെ മതിയല്ലോ. അപ്പോ മെന്റേഴ്സ് ഏകദേശം 3-4 ആളുകൾ ഗ്രൂപ്പിലുണ്ടാവും. പിന്നെ അതുപോലെ ട്രെയിനേഴ്സ് ആയിട്ടും 3 പേര് ഗ്രൂപ്പിലുണ്ടാവും. 6ാമത്തെ എഡിഷനാണ്. ഏതാണ്ട് ഞങ്ങളടുത്ത് 3000-ലധികം ആളുകൾ ഖുർആനിന്റെ മധുരം ഒരല്പമെങ്കിലും നമുക്കറിയുന്നത് പറഞ്ഞു കൊടുത്തപ്പോൾ നുണഞ്ഞ 3000-ലധികം ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് ഖുർആനിന്റെ വീഥിയിൽ മുന്നേറുകയാണ്. ഒറ്റ പ്രതീക്ഷയുള്ളൂ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമു സ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടം സംഭവിക്കാനിടയില്ലാത്ത, ഒരിക്കലും നഷ്ടം സംഭവിക്കാനിടയില്ലാത്ത കച്ചവടമാണ് അവർ ചെയ്യുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട
തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു അവറുകൾ ഒരു ദിവസം ഒരു പള്ളി കയറിയപ്പോ അവിടെ പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന ഒരാള്, അയാൾ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് നിന്നിട്ട് സ്വീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ സാധാരണ ഈ പള്ളിയിൽ ഇടക്ക് വരെ ചില ദിവസങ്ങളിൽ വരും, വന്നിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങും. അത്ര നിസ്കാരത്തിൽ ദീർഘമായ ഖുർആനോ, മഹാന്മാരൊക്കെ അങ്ങനെയാണ്, അവർ നിസ്കാരത്തിനാണ് ഓതുക. നമുക്കത്ര ഹിഫ്ലില്ല, അത്ര ക്ഷമയില്ല അങ്ങനെ നിന്നിട്ട് ഓതാൻ. സയ്യിദുന അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, ഒരു യാത്രാമധ്യേ തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച്, രാത്രി നിസ്കാരം ഖിയാമുൽ ലൈൽ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ മുഴുവൻ ഓതിന, സൂറത്തുൽ ബഖറ മുഴുവൻ ഓതി. എത്ര പേജുണ്ട്? 1049 പേജുകളുണ്ട്. 48 പേജുകൾ. ഈ 48 പേജുകൾ 250 ആയത്തുകൾ മുഴുവനും നിന്ന് നിപ്പിൽ ഓതി സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റുക്കോയിൽ പോയി. റുക്കോയില് എത്ര സമയമാണോ നൃത്തത്തിൽ ചെലവഴിച്ചത് അത്രയും സമയം റുക്കോയിൽ ചെലവഴിച്ചു എന്നാണ്. അവ 48 പേജ് ഓതണമെങ്കിൽ 2.5 ജുസ് ഓതണമെങ്കിൽ ശരിക്ക് ഏറ്റവും തെറ്റില്ലാതെ വളരെ വേഗത്തിൽ എക്സ്പേർട്ടായ ഒരാൾ ഓതണമെങ്കിൽ തന്നെ 1 മണിക്കൂറിലേറെ വേണം. 20 മിനിറ്റ് വേണം 20 പേജ് ഓതാൻ. അപ്പം അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ 1.25 മണിക്കൂർ സമയം നിന്നിട്ടാണ് റുക്കോയിലേക്ക് പോകുന്നത്. അതേ സമയം തന്നെ റുക്കോയിലും ചെലവഴിച്ചു. പിന്നെ എഴുതാല് വന്നു, സുജൂദിൽ പോയി, സുജൂദിലും അതേ സമയം ചെലവഴിച്ചു. 2 സുജൂദിലും. തിരിച്ച് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതി. സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ഓതുന്നത് ഏതാ സൂറത്ത് എന്നറിയാം? സൂറത്തു ആലി ഇമ്രാന. സൂറത്തു ആലി ഇമ്രാൻ മുഴുവൻ 200 ആയത്തുണ്ട്, 1026 പേജുണ്ട്, മുഴുവൻ ഓതി. സൂറത്തു ആലി ഇമ്രാൻ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് ആലി ഇമ്രാൻ ഓതി. റുക്കൂയിൽ അതേ സമയം, സുജൂദുകളിലും അതേ സമയം. മൂന്നാമത്തെ റക്അത്തിലേക്ക് പിന്നെ സലാം വീട്ടി അടുത്ത 2 റക്അത്ത്. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൻ നിസാ ഫുൾ ഓതി. എത്രയുണ്ട്? മൂന്നാമത്തെ വലിയ സൂറത്ത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ റുക്കൂ സുജൂദൊക്കെ അതുപോലെ ചെയ്തിട്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ റക്അത്ത്, രണ്ടാമത്തെ നിസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്ത്. ആ റക്അത്തിൽ അഥവാ ടോട്ടൽ 4-ാമത്തെ റക്അത്തിൽ സൂറ അൽ മാഇദ ഫുള്ളായിട്ട് ഓതി. റുക്കോയിലും സുജൂദിലും അതേ സമയം ചെലവഴിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അവറുകൾ, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അവറുകൾ പറയുന്നു, നിസ്കാരം 4 റക്അത്താണ്ട് കഴിഞ്ഞപ്പോ സുബ്ഹി ബാങ്ക് കൊടുത്തു. സുബ്ഹി ബാങ്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. സുബ്ഹി ബാങ്ക് കൊടുത്തു. 4 റക്അത്ത് പൂർത്തിയായപ്പോൾ. ഇങ്ങനെയാണ് തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ അതിനുശേഷമുള്ള മഹാന്മാരൊക്കെ ഖുർആനുമായി ഇങ്ങനെയാണ് ചെലവഴിച്ചത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അവറുകൾ വന്ന് പറഞ്ഞപ്പം, അവിടെ പള്ളിയിലേക്ക് കയറിയപ്പം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആള്, ഹോസ്റ്റ്, അവിടെ ആതിഥ്യമരുളിയ ആള് പറഞ്ഞു, നിങ്ങളെ സഹോദരൻ ഇവിടെ ഈ പള്ളിയിൽ വന്നാല് ഇവിടുന്നാണ്, ഈ സ്ഥലത്ത് നിന്നാണ്, ഒരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടുന്നാണ് സാധാരണ നിസ്കരിക്കാറുള്ളത്. ഒരു ദിവസം മൂപ്പര് നിസ്കരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തിരുന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. മൂപ്പര് നിസ്കാരത്തിനിടയിൽ ഏതോ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ആയത്ത് വന്നു, أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات. ഈ ആയത്തെത്തിയപ്പോൾ മൂപ്പര് പൊട്ടിക്കരഞ്ഞു.
ഈ ആയത്ത് എന്നെ ആവർത്തിച്ചോതുകയാണ്, നിർത്തുന്നില്ല. ഇതെന്നെ ഓത ഈ ആയത്തന്നെ. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇതിങ്ങനെ ഓതുക. ആയത്തന്നെ ഓതി 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 അങ്ങനെ സുബഹി ബാങ്ക് കൊടുത്തു. അപ്പോഴാണ് മൂപ്പർക്ക് ബോധം വരുന്നത്. എന്താ ആയത്തിന്റെ അർത്ഥം? അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി, തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ, അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നന്മകൾ ചെയ്ത് നല്ല അച്ചടക്കത്തിൽ ഖുർആൻ ഓതി നിസ്കരിച്ച് നല്ല വൃത്തിയിൽ ജീവിച്ച മനുഷ്യന്മാരെ പോലെ ഇവരെയും ഞാൻ മഹ്ശറയിൽ സ്വീകരിക്കും എന്നാണ് ഇവർ കരുതുന്നത്? നമുക്ക് അവിടുന്ന് കാണാം, നിങ്ങൾ വരീ എന്നാണ് ആ ആയത്തിന്റെ ഉദ്ദേശം, അർത്ഥം. സുബ്ഹാന ജല്ല. ഇതാണ്ട് ഓതിയിട്ട് പൊട്ടിക്കരയാണ്. സുബിഹി വരെ അതേ ആയത്ത് ആവർത്തിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ശക്തമായ ഒരു ഖുർആൻ ആസ്വാദന മികവ് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള സ്റ്റെപ്പാണിത്. ഇതിൽ നമ്മൾ ദൗറത്തു തിലാവയിലുള്ള വിദ്യാർത്ഥിനികളുണ്ട്, ദൗറത്തുൽ ഹിഫ്ദിലുള്ള വിദ്യാർത്ഥിനികളുണ്ട്. അവരോടൊക്കെ പറയുകയാണ്, നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട്, നാളെ തൊട്ട് പറയുന്ന നിയമ പരിജ്ഞാനം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ അബ്റസുൽ അഖ്താ ആണ് നമ്മൾ നാളെ പറയാം. അബ്റസുൽ അഖ്താ, സാധാരണ കോമൺ മിസ്റ്റേക്സ്, സൂറത്തുൽ ഫാത്തിഹയിൽ വരാൻ സാധ്യത കോമൺ മിസ്റ്റേക്ക്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എല്ലാവരും. ദൗറത്തുൽ ഖുർആൻ വിദ്യാർത്ഥികളും അതുപോലെ വർഷങ്ങളായി നമ്മളെ കൂടെയുള്ള ദൗറത്തുൽ തിലാവ, ദൗറത്തുൽ ഹിഫ്ദ് വിദ്യാർത്ഥിനികളും ആ വിഷയം, അറിയുന്ന വിഷയങ്ങൾ തന്നെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തെടുക്കണം. സൂറത്തുൽ ഫാത്തിഹയിലെ അബ്റസുൽ അഖ്താ ആണ് നാളെ വിഷയം. ചിലപ്പോൾ മറ്റന്നാളും അത് തന്നെയായിരിക്കും, നാളെ തീരാൻ സാധ്യതയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുങ്ങിയിരിക്കുക. നല്ല വൃത്തിയിലൊരു ടേബിളിൽ ഇരുന്നിട്ട് പിന്നെ നോട്ടും പേനയൊക്കെ ആയിട്ട് ഇരുന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഖുർആനെ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന എനിക്കും. ഖുർആൻ ആർക്കും അതിജയിക്കാൻ കഴിയില്ല. മാക്സിമം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫുള്ള് പഠിക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ കലാമല്ലേ. അപ്പം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഖുർആനുമായിട്ടുള്ള നല്ലൊരു ബന്ധം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ്. അപ്പൊ നാളത്തേക്ക് എല്ലാവരും ഒരുങ്ങുക. ഞാന് ചൊല്ലിത്തരുന്നത് ചൊല്ലുക, ആരും ലെഫ്റ്റ് ആവരുത്. നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നല്ല ബറക്കത്തോടു കൂടി തുടങ്ങുകയാണ്. അപ്പൊ ചൊല്ലിത്തരുന്നത് എല്ലാവരും, മൈക്ക് ഓണാക്കാൻ കഴിയില്ല, പിന്നെ മ്യൂട്ടബിൾ അല്ല. അപ്പൊ നിങ്ങൾ അവിടുന്ന് നല്ല വൃത്തിയിൽ തലയൊക്കെ മറിച്ച്, പുരുഷന്മാർക്ക് തലയൊക്കെ മറിച്ച് നല്ല വൃത്തിയിൽ ചൊല്ലുക. നമ്മള് നല്ല നിയത്തോടുകൂടി ഇഖ്ലാസോടുകൂടെ നമ്മുടെ ക്ലാസ്സുകൾക്ക് ആരംഭം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹു. ബില്ലാഹി തൗഫീഖ്. ഇന്ന് യൂട്യൂബിൽ ലൈവ് കൊടുത്തിട്ടുണ്ട്, പലരും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട്. നാളെ പബ്ലിക് ലൈവ് ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. അപ്പൊ ചൊല്ലുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി
وصحبه أجمعين. رب يسر ولا تعسر. رب زدني علما وحلما وفهما وعقلا وأدبا وحفظا وتلفظا وقراءة وتلاوة وأدبا كاملا. رب تمم بالخير والسعادة. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه والتابعين والحمد لله رب العالمين. إن شاء الله الله سبحانه وتعالى رمضان നമുക്ക് അനുകൂലമാക്കി തരട്ടെ റബ്ബേ. ഞങ്ങൾ ഈ ഒത്തുകൂടിയത് നിന്റെ പരിശുദ്ധ കലാം പഠനത്തിന് വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ്. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഖുർആനുമായി വലിയ ബന്ധവുമില്ലാത്ത വളരെ ദൗർഭാഗ്യവാന്മാരും ദൗർഭാഗ്യവതികളുമായ ആളുകളാക്കല്ലേ റഹ്മാനെ. അത്തരക്കാരിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാഹ്. അത്തരം ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റി ഖുർആനുമായും മറ്റ് ഇൽമുമായൊക്കെ ബന്ധമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ ഖുർആനിന്റെ ശഫാഅത്തും സയ്യിദുൽ വജൂദ് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും ഒക്കെ കിട്ടുമെന്ന ശുഭപ്രതീക്ഷയോടെ പുഞ്ചിരി തൂകി ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. റമദാൻ വന്നിട്ടും ഒന്നിനും കൊള്ളാത്തവരാക്കല്ലേ അല്ലാഹ്. റമദാൻ വന്നിട്ടും കരഞ്ഞു ദുആ ചെയ്യാത്തവരാക്കല്ലേ അല്ലാഹ്. റമദാൻ വന്നിട്ടും ഒരു 3 ഖത്മെങ്കിലും തീർക്കാത്തവരാക്കല്ലേ അല്ലാഹ്. റമദാൻ വന്നിട്ടും നല്ല ആത്മാർത്ഥമായി കണ്ണുനീരണിഞ്ഞ് നിസ്കരിക്കാൻ ഒരു വട്ടം പോലും കഴിയാത്തവരാക്കല്ല റബ്ബേ. റമദാൻ വന്നിട്ടും തഹജ്ജുദ് മുടക്കുന്നവരാക്കല്ല അല്ലാഹ്. റമദാൻ വന്നിട്ടും പാപങ്ങളിൽ പെട്ടുപോകുന്നവരാക്കല്ല അല്ലാഹ്. റമദാൻ വന്നിട്ടും നിന്നോടടുത്ത് നന്നായി പുതുജീവിതം നയിക്കാൻ തൗഫീഖില്ലാത്തവരാക്കല്ലേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا ولوالدينا ولأساتذتنا ولسائر من تعلق بنا ولكافة المسلمين وارحمنا وإياهم برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. ദൗറത്തുൽ ഖുർആൻ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ആക്കുന്നത് പിന്നെ ഇന്നിപ്പോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞല്ലോ. അപ്പോ എന്താണ് നിങ്ങളുടെ ഒരുക്കങ്ങളെ കുറിച്ച്, നിങ്ങളുടെ തീരുമാനങ്ങളെ കുറിച്ച്, നിങ്ങൾക്കുണ്ടായ പിന്നെ ഒരു അവബോധത്തെ കുറിച്ച് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഗ്രൂപ്പിലൂടെ അറിയിക്കണം. പിന്നെ ജോയിൻ ചെയ്യാൻ വിട്ടുപോയവര് അല്ലെങ്കിൽ പിന്നെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അഡ്മിഷനൊക്കെ എടുത്തിട്ടും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാത്ത ആളുകളൊക്കെ പ്രചോദിപ്പിക്കാൻ അത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും.